അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് ഗ്രീൻ പാലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഇറച്ചിയാണ്. ഇത് ഇനി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണ്ടി നമുക്ക് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി സാധനം നോക്കാം. 4 ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, വലിയ വെളുത്തുള്ളി 1, മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തോളി, പിന്നെ കുരുമുളക്, പട്ടയും കറാമ്പും, ഒരു 8 പച്ചമുളക്, ഒരു 4 ഇല പുതിനൻ്റെ. ഇനി എന്തൊക്കെയാണ് അരക്കാനും നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക്, മല്ലിയില, പുതിനൻ്റെ ഇല, പട്ടയും കറാമ്പും, കുരുമുളക്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി മുറിച്ച് കൊടുക്കുക. എന്നിട്ട് അന്ന് അരച്ചിട്ട് പേസ്റ്റാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഊറ്റി കൊടുക്കുക. 4 ഉള്ളി മുറിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മസാല അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കട്ടെ. ഇറച്ചി കഴുകി വെച്ചിരുന്നു, നമുക്ക് ഈ മസാലയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുണ്ട വെള്ളം വീത്തി കൊടുക്കുക. ഇറച്ചി വേകാനുണ്ട്. എന്നിട്ടിതിപ്പോൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാത്തൽക്ക്, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. നമുക്ക് ഇനി കുക്കർ മൂടി വെക്കാം. ഒരു 6 വിസിലിനാണ് ഇട്ടിക്കണത്. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അതുമാതിരി വേവിക്കാം. ഇനി നമുക്കിതായിട്ടുണ്ട്. നിങ്ങൾക്ക് കറി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് കറി രൂപത്തിലെടുക്കാം. ഞാൻ അതിനും വേണ്ടി രസമാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതി എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറി രൂപത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് കറിയായിട്ട് എടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.